അടുത്ത കാലം എവിടെയാണ് വരാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന രീതി എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ വരാൻ പോകുന്ന രീതി, ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മൾ ലോകത്തെ എവിടെ പോയാലും നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി അല്ലേ? ഇന്ത്യക്കാരനാണെന്ന് തെളിയാത്തത് അത് കൊടുത്താൽ ഒരു സ്ഥലമല്ല. എവിടെ മാത്രമേ പറ്റാത്തുള്ളൂ? ഇന്ത്യയിൽ മാത്രമേ പറ്റാത്തുള്ളൂ. ആ വിവരങ്ങൾ ഇതുണ്ടോ? നമ്മൾ ഇന്ത്യൻ പൗരനാണെന്നറിയാൻ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് കൊടുത്താൽ മതി? നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി. ഇന്ത്യയിലോ ഇനിയിപ്പോൾ എന്തൊക്കെ രേഖ വേണ്ടി വരിക എന്നറിയില്ല. അള്ളാഹു കാക്കട്ടെ. വെറും ആമീൻ പോരാ, മര്യാദക്ക് പൂരിപ്പിച്ചു കൊടുക്കണം. ഇവരെ ഈ പിന്നെ ഒരു വിവരമില്ലാത്തവരുണ്ടാവും ചാനലിൽ ഇങ്ങനെ വർത്താനം പറയണേ. അതൊക്കെ പൊളിറ്റിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. റെക്കോർഡ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ വേണം? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ആധാർ കാർഡ് ഉണ്ട് അതിൻ്റെ അല്ലേ? കുറച്ചോനെ ആധാർ കാർഡിന് നമ്മളെ മേമാരിയൊക്കെ പോയി വയസ്സുകാലത്ത് അയാളെ താങ്ങി കൊണ്ടുപോയി അവിടെ ചെന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തള്ളാൻ പേരിൽ ഒപ്പുവെച്ചു. അപ്പോൾ പറഞ്ഞു മറ്റേ പേരിലും വേണം. ഇപ്പോൾ മറ്റേ പേരിലും വേണം. 5 പേരിലും ഒപ്പിട്ട്. അപ്പോൾ പറഞ്ഞു മറ്റേ കയ്യും വേണം. അങ്ങനെ 10 പേരിലിൻ്റെ ഒപ്പിട്ട്. നിങ്ങൾക്ക് ഓർമ്മല്ലേ എത്ര പേരിലും ഒപ്പിട്ട്? 10 പേരിലും ഒപ്പിട്ട്. മൂപ്പരപ്പോൾ പുറത്തിറങ്ങിക്കാണ്ട് ആ ചുമരുമ്പോൾ ചാരി അവിടെ ഇരുന്ന് കുറേ ഇങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്നുകാട് ചോദിച്ചു, എന്തെങ്കിലും പോണില്ലേ ചോദിച്ചു. അല്ല കുട്ടിയെ, കാലിൻ്റെ ഒപ്പുവാണെങ്കിൽ ഇപ്പം തന്നെ അടിച്ചു, അഞ്ഞക്കൂടി രണ്ടാമത് വരാൻ കഴിയൂല. അങ്ങനെ ഒപ്പിട്ടില്ലാണ്ടാണ് ആധാർ കാർഡ് കിട്ടിയത്. ഇപ്പം നോക്കുമ്പോൾ അതും പറ്റൂല. ആ ആധാർ കാർഡ് നമ്മൾ ഏത് വെച്ച് ലൈസൻസ് വെച്ച് ലിങ്ക് ചെയ്ത് അല്ലേ? ആധാർ കാർഡ് ഏത് വെച്ച് ലിങ്ക് ചെയ്ത്? ലൈസൻസ് വെച്ച് ലിങ്ക് ചെയ്ത്, റേഷൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത്, പാൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത്, എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മുസ്ലിങ്ങളൊന്നും ഉണരണം. നമ്മൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നിന്നാൻ പറ്റൂല. ഇതൊരു ജനാധിപത്യ രാജ്യ. ഈ രാജ്യത്തൊരു നിയമം വരുമ്പോൾ മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നാം സംരക്ഷകരാവണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ യോജിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പരിധിക്കുള്ളിൽ അള്ളാഹു റബ്ബി അടുത്ത ഒരു 10 വർഷം എന്ന് വെച്ചോളി നിങ്ങൾ, അടുത്ത ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന 10 ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ടാവണം, 10 എഞ്ചിനീയർമാർ നമ്മുടെ നാട്ടിലുണ്ടാവണം, 10 മൗലവിമാർ നമ്മുടെ നാട്ടിലുണ്ടാവണം, 10 ഹാഫിളീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം, 10 കാർഷിക രംഗത്ത് വിവരമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ടാവണം. ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതുന്ന എത്ര കുട്ടികളുണ്ട്? ആ കുട്ടികൾ ഒരു കണക്കെടുത്തിട്ട് ആ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് നല്ല വിജയത്തിലെത്തിയിട്ട്, SSLC പരീക്ഷയുടെ കുട്ടികളൊക്കെ നല്ല വിജയത്തിലെത്തിയിട്ട് നമ്മുടെ നാട്ടിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ നാടിന് ഉപകരിക്കുന്ന തരത്തിൽ എല്ലാ രംഗത്തും, കാർഷിക രംഗത്ത്, ബിസിനസ് രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഡോക്ടർമാരുടെ രംഗത്ത്, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നല്ലൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നിങ്ങൾ മുന്നോട്ട് വരണം. ഇവിടെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളില്ലേ? ആൺകുട്ടികളില്ലേ? പെൺകുട്ടികളും ഇല്ലേ? ഞാൻ ആ മക്കളോട് പറയണം, ഈ തൊട്ടടുത്ത് വരുന്ന SSLC പരീക്ഷയിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും A+ കിട്ടണം. അതിനെന്താ വഴി? ഇപ്പം ഡിഗ്രിക്കും അതിനൊക്കെ പഠിക്കണ കുട്ടികൾ, അവർ ഈ ചെറിയ കുട്ടികളെ വിളിക്കാം. അവർക്ക് SSLC പരീക്ഷ എങ്ങനെ വിജയിക്കാം? നമ്മുടെ കുട്ടികളെ കൂട്ടത്തിൽ നാളെ ആര് വേണം? ഇപ്പൊ ഏതാണ് കാലം എന്നറിയാം? ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് നടന്നു പോവുക, ഇങ്ങോട്ട് ആംബുലൻസിൽ വരിക. അതാണ് ഇപ്പോഴത്തെ കാലം അല്ലേ? പണ്ട് എങ്ങനെയാണ്? പണ്ട് അങ്ങോട്ട് ആംബുലൻസിൽ പോവുക, അങ്ങോട്ട് നടന്നു പോരുക. അപ്പൊ നേരെ തിരിച്ചാണ്. ഇങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കാൻ പറ്റിയ 10 ഡോക്ടർമാർ നമ്മളെ ഈ 300 വീട് അല്ലെങ്കിൽ 500 വീട്, നമ്മുടെ 500 വീട്ടിൻ്റെ ഇടക്ക് നമുക്ക് വിശ്വസിച്ച് നമ്മളെ മോളെ സുഖക്കേടിന് പോകാൻ, വിശ്വസിച്ച് നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റാവുന്ന വിശ്വസ്തരായ 10 ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി വരണ്ടേ? നമ്മൾ ആലോചിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി, അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഏറെ പ്രാധാന്യത്തിൽ ഓടി നടന്നിട്ടുണ്ട്. അക്കാലത്ത് ഇവിടെ സ്ഥാപിതമായ നമ്മുടെ ചമ്മാട് ദാറുൽ ഹുദ ആയാലും
കോഴിക്കോട് മർക്കസായാലും ഈ സ്ഥാപനങ്ങളൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുമോൻ ഫൈസിയുടെ ചൊറുക്കുള്ള ചെറുപ്പ സമയത്ത് അദ്ദേഹം ഉത്സാഹിച്ചു. അദ്ദേഹം അങ്ങേയറ്റം അതിനു വേണ്ടി പരിശ്രമിച്ചു. വലിയ വലിയ ആളുകൾക്കൊപ്പം അദ്ദേഹവും കൂടി ചേർന്നു. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഞാനിപ്പോൾ അടുത്ത് ഇവിടെ എന്താണ് കൽപ്പറ്റ, അവിടെ ഒരു പ്രദേശത്ത് നിന്ന് പേർക്ക് ഭയങ്കര സന്തോഷമായി. എന്താണ് ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ? മഹല്ലത്തിൽ, ആ മഹല്ലത്തിൽ എന്താ പ്രത്യേകത എന്നറിയാം? ആ മഹല്ലത്തിൽ, ആ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഒരിക്കലും ആ നാട്ടിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ, മയ്യത്ത് കഫം ചെയ്യാൻ, മയ്യത്തിന് കബർ കുഴിക്കാൻ ഒന്നിനും പൈസ ഇല്ല. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചാലും മറയുമ്പോൾ അതിന് ഇവിടെ എത്ര റുപ്യ വേണ്ടി വരും? സുമാർ പറഞ്ഞു 10,000 വേണം അല്ലേ? സാധു മലയാളി വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും വേണം അല്ലേ? ആ നാട്ടിൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിട്ടിയാൽ മതി, ഒറ്റ ഉറപ്പിയും വേണം. എന്താ കാരണം? നാട്ടുകാരാണ് കബർ കുഴിക്കണത്. കബർ കുഴിക്കണത് ആരാണ്? നാട്ടുകാരാണ്. ആ നാട്ടിൽ കബർ കുഴിക്കണത് അറിയാത്ത ഒറ്റ കുട്ടിയില്ല. എല്ലാവരും കൂടി കബർ കുഴിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക, എല്ലാവരും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാം. കഫംപുട പള്ളി കമ്മിറ്റി കൊണ്ടുവന്ന് വെച്ചിക്കണം, ഒന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട. മയ്യത്തിന്റെ കല്ല് അതോടെ പള്ളി കമ്മിറ്റി കൊണ്ടുവന്ന് വെച്ചിക്കണം, കല്ലിന് പൈസ അല്ല, കഫം തുണിക്ക് പൈസ അല്ല, കുളിപ്പിക്കാൻ പൈസ അല്ല, പിന്നെ കബർ കുഴിക്കാൻ പൈസ അല്ല. ഒക്കെ ആരെന്നെ ചെയ്യാണ്? നാട്ടുകാരെന്നെ ചെയ്യാണ്, നാട്ടുകാരെന്നെ ചെയ്യാണ്. യാ റബ്ബ്, ഞാൻ ഇപ്രാവശ്യം ഒരു മാസം മുമ്പ് അവിടെ വാതിന് എന്നപ്പോൾ ആ നാട്ടിൽ ആദ്യം കബർ കുഴിച്ചുകാണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരു 10-15 പ്രായമുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ഓർക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആദരിക്കണ ചടങ്ങിക്കാൻ ഞാൻ പോയത്. വേറൊരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഒരു നാട്ടിന്റെ സ്ഥിതി എന്താണ്? അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. കല്യാണം, വീട് കൂടി താമസം പോലത്തൊക്കെ ഉണ്ടാക്കിയാൽ വീട്ടുകാരൊന്നും ചെയ്യണ്ട, വീട്ടുകാരൊന്നും ചെയ്യണ്ട. നിങ്ങളെ വീടാ, നിങ്ങളെ കല്യാണമാണ്, നിങ്ങളെ മോളെ കല്യാണമാണെങ്കിൽ എത്ര ആൾ കല്യാണത്തിനുണ്ടാകും, ഏതൊക്കെ ഭക്ഷണം വേണം, ബാക്കിയുള്ളതാക്കണം, അതവിടെ കണക്ക് കൊടുത്താൽ മതി. അതൊക്കെ നാട്ടിലൊരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി ചെയ്യും. അതുകൊണ്ട് അവിടെയുള്ള ഗുണം എന്താ? വലിയ ദൂർത്ത് അതില്ല. പറ്റ പാവപ്പെട്ടി അരപ്പം കല്യാണം അതുമില്ല. എന്നാ വേണ്ടാത്ത കുറെ കുരുപാലുകളൊക്കെ കല്യാണത്തിലുണ്ടോ? അതുമില്ല. ഏതെല്ലാം നന്മകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചെറുപ്പക്കാരുകളോടൊക്കെ ഓർമ്മപ്പെടുത്താണ്, ചെറുപ്പക്കാരോട് നമ്മുടെ നാട്ടിൻ്റെ ഒരുപാട് നന്മകൾ നമ്മളെ കൂട്ടായ്മക്ക് സാധിക്കും. അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, പല വിഷയത്തിലും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃക കാണിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസി ഉസ്താദിനെ പോലുള്ള ആളുകൾ, അല്ലാഹു റബ്ബി, ഓരോന്നിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഈ കൂടിയ ചെറുപ്പക്കാര് മക്കളോട് നമ്മുടെ നാട്ടിൽ കല്യാണത്തിന്, സൽക്കാരത്തിന്, അതേപോലെ തുടങ്ങിയിട്ട് ഓരോ വിഷയത്തിലും മഹാന്മാരായ ആളുകൾ ജീവിച്ചപ്പോൾ, കുഞ്ഞുമോൻ ഫൈസി ജീവിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത് ഇത് നമ്മളിങ്ങനെ പഠിച്ചു നോക്കിയാൽ നന്മയുടെ വാതിൽ തുറന്നു കിടക്കാണ്. ഇവിടെയാണ് നമ്മൾ ഔലിയാക്കളെ കുറിച്ച് പഠിക്കുന്നത്, മഹാന്മാരെ കുറിച്ച് പഠിക്കുന്നത്. ഹിജറ 512 ജനിച്ച് ഹിജറ 587 വഫാത്തായ മഹാനാണ് ആര്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര വർഷമാണ് ജീവിച്ചത്? 66 വയസ്സ്. എത്ര വയസ്സ്? 66 വയസ്സാണ് ആര് ജീവിച്ചത്? റിഫായി ശൈഖ് തങ്ങൾ ജീവിച്ചത് 66 വയസ്സാണ്. മൂപ്പര് ജനിച്ചതും ബഗ്ദാദിലാണ്, വഫാത്തായതും ബഗ്ദാദിലാണ്. ബഗ്ദാദ് പറഞ്ഞാൽ എവിടെ? റിഫായി ശൈഖ് തങ്ങളും മൊയ്തീൻ ശൈഖ് തങ്ങളും ഒക്കെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഓരൊക്കെ എൻ്റെ നാട്ടുകാരാണ് തന്നെ. നേര് പറയാം. എന്തുകൊണ്ട്? പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിലൊക്കെ കോയിനെ വളർത്തും.
അപ്പം രാവിലെ കോഴിക്കളെ കൂട് തുറന്നാൽ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ കോഴിക്കൾ നിറഞ്ഞ് അല്ലേ. അപ്പം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു 10-15 കോഴി. അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഒരു ചങ്ങം കോഴി, നല്ല ഉഷാറില്ല. ആ കോഴിൻ്റെ കാലും അതിൻ്റെ വണ്ണവും അതിൻ്റെ കൊക്കും അതിൻ്റെ പൂവും ഒക്കെ ഇങ്ങനെ കണ്ടാൽ വല്ലാത്തൊരു ഉഷാറുള്ള കോഴി. ആ കോഴി ഇങ്ങനെ മറ്റേ കോഴിക്കളുടെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നാൽ 1-ാം ദർശനം മുദരിസ് നടക്കണമാതിരി ഒരു നല്ല ഗെറ്റപ്പിൽ നടക്കണം. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ കോഴി ഏതാന്ന് ചോദിച്ചു. അത് മൊയ്തീൻ ഷേഖിൻ്റെ കോഴിയാണ്. അപ്പോൾ ഉറപ്പായില്ല മൊയ്തീൻ ഷേഖ് ഇവിടെ അടുത്ത് തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ ബഗ്ദാദിൽ നിന്ന് ഇങ്ങോട്ട് കോഴി വരും. പഴയ കാലത്ത് ഈ പെരീത്തത് അങ്ങോട്ടും ആ പെരീത്ത ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണ കാലമാണ്. അന്നും ഇത്തരം സാമ്പത്തികമായിട്ട് നമ്മൾ അഭിവൃദ്ധിപ്പെട്ടില്ലല്ലോ. എല്ലാ പെരിയിലും എല്ലാം ഉണ്ടാകൂല. ഒരു പെരിയിൽ പിക്കാസ്, മറ്റേ പെരിയിൽ വെട്ടെത്തി, മറ്റേ പെരിയിൽ പിന്നെ കൈക്കോട്ട്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക അല്ലേ. എല്ലാം കൂടി എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. പിക്കാസ് ഒരു തുണിയിലുണ്ടാവും, പിന്നെ വെട്ടെത്തി മറ്റോടത്തുണ്ടാവും, കൈക്കോട്ട് മറ്റോടത്തുണ്ടാവും. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലേ, അതിൻ്റെ പേരെന്താ, ആ തേങ്ങ പൊളിച്ചണേ പാര. അതെല്ലാ പെരിയിലും ഉണ്ട്, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അന്നേ എല്ലാ പെരിയിലും ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് വേഗം ഓർമ്മയായതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനത്തതൊക്കെ എല്ലാ പെരിയിലും ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ ഓരോരോ പെരിയിലുണ്ടായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കാം, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഈ കോഴിക്കൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, യാ റബ്ബ്, അവിടുന്ന് വിട്ടുങ്ങാണ്ട് പിന്നെ ഏതൊരു ഉസ്താദ് ദ്വാരക്കാണെങ്കിലും ഒയിലാഹദറത്ത് ഷേഖ് മൊഹീദ്ദീൻ. അപ്പം നമ്മൾ വിചാരിച്ചു മൊഹീദ്ദീൻ ഷേഖ് ഇവിടെ തന്നെയാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ആലിയാക്കാൻ അവിടെ ഉണ്ട്. ഒരു ദിവസം കുത്തുബിയത്ത് ഇറക്കണം, യാ ഷേഖ് മൊഹീദ്ദീൻ. അപ്പോൾ ചെറുപ്പത്തിലല്ലേ നമ്മൾ മുപ്പരുമ്പോൾ അടുത്ത എവിടെയെങ്കിലും വെക്കാറ്, അതുകൊണ്ടാണ് വിളിച്ചതെന്നല്ലേ കരുതിയത്. അത്തരം നമ്മളെ മുലപ്പാലിലൂടെ നമ്മൾ പഠിച്ചു വെച്ച മഹാന്മാരാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളും റിഫായി ഷേഖ് തങ്ങളും ഒക്കെ. അവരൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കും. എങ്ങനെയാണ് മാതൃക കാണിച്ചത്? അല്ലാഹു റബ്ബി, റിഫായി ഷേഖ് റളിയല്ലാഹുവിന് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ഏറ്റവും ഒരു നാട്ടിൽ താമസിക്കുന്ന ചെറുപ്പക്കാരികളെ, നമ്മൾ നാട്ടിന് ചെയ്യേണ്ട സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ഔലിയാക്കളെ പിൻപറ്റി ജീവിച്ചിരിക്കുന്ന കുഞ്ഞുമോൻ ഫൈസിയെ പോലുള്ള ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചു തന്നത്? കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ. റിഫായി ഷേഖ് റളിയല്ലാഹുവിന് എന്ത് ചെയ്യും? ആളുകൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങിപ്പോകും. റിഫായി ഷേഖ് തങ്ങൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും. എന്തിനാ കാത്തു നിൽക്കണത്? കണ്ണ് കാണാത്ത ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചിട്ട് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിച്ചു കൊടുക്കും. അതാ റിഫായി ഷേഖ് തങ്ങളുടെ സേവനം. ആ കാലത്തൊക്കെ ചന്ത ഉള്ള ദിവസമാണ്. ചന്ത അറിയാം. ഇപ്പൊ ചന്ത ഉണ്ടോ എവിടെയെങ്കിലും? ഇപ്പൊ എന്തിനാണ് ചന്ത? പണ്ടത്തെ കാലത്ത് ചന്തയിലാണ് എല്ലാ സാധനവും കിട്ടുക. ആദായം കിട്ടുകയൊക്കെ എവിടുന്നാണ്? ചന്തയിൽ നിന്നാണ്. മുതലാളിമാരും ഉണ്ടാവും ചന്തയിൽ, കണ്ണാണാത്തവരുണ്ടാവും ചന്തയിൽ, സാധുക്കളുണ്ടാവും, ഒക്കെ ചന്തയിൽ പോയി വാങ്ങല. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ എന്തായി? സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എന്ത് വന്നു? ഹൈപ്പർ മാർക്കറ്റ് വന്നു അല്ലേ. അവിടെയൊക്കെ പോയിക്കാണ്ട് മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. പിന്നെ എന്തിനാ ചന്ത? അപ്പൊ അങ്ങനത്തെ ഒരു കാലം വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പോയതാ. അതേ സമയത്ത് ചന്തന്റെ ദിവസം റിഫായി ഷേഖ് തങ്ങൾ വഴിയോരത്ത് പോയി നിൽക്കും. വഴിയോരത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ റിഫായി ഷേഖ് തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. കണ്ണ് കാണാത്ത ആള് വരുമ്പോൾ അയാളെ പോയി കൈ പിടിക്കും. എന്നിട്ട് ആ കണ്ണ് കാണാത്ത ആളെ കൂടിയിട്ട് അങ്ങനെ നടക്കുകയാണ് റിഫായി ഷേഖ് തങ്ങൾ. പടച്ചോനെ 16-18 കിലോമീറ്ററൊക്കെ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചുകൊണ്ട് റിഫായി ഷേഖ് തങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ണ് കാണാത്ത ഒരാളിങ്ങനെ നടക്കുക. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് അങ്ങനെ നടന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മറ്റൊരാളുണ്ട് ചന്തിട്ട് നിരങ്ങിയിട്ട് ഇങ്ങനെ പോണ്, നടക്കാൻ വയ്യാതെ വേച്ചു. അങ്ങനെ നടക്കാൻ വയ്യാത്ത ആളെ കണ്ടപ്പോൾ റിഫായി ഷേഖ് തങ്ങൾ ഓടിച്ചെന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ്? ചന്തയിലേക്ക്. റിഫായി ഷേഖ് തങ്ങൾ ആ നടക്കാൻ വയ്യാത്ത ആളെ വാരി എടുത്തിട്ട് ചുമലിൽ വെച്ചു. നിങ്ങളും നോക്കി, ആരാണിത്? സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീർ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ടവർ ചന്തയിലേക്ക് ആൾക്കൂട്ടത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളെ പിടിച്ചിട്ടുണ്ട്, ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളെ ഏറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങൾ ചന്തയിലേക്ക് വരുന്നത്. ഓ ചെറുപ്പക്കാരെ, ഓ ഈമാനുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കൂ, എന്താണ് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാർ നമുക്ക് കാണിച്ചെന്ന മാതൃക.
നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിരിക്കുന്ന ഏതൊരു മഹാന്റെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വകാന ഇദാ റആ ശൈഖൻ കബീറൻ, വയസ്സായിരിക്കുന്ന ഒരാളെ കാണുമ്പോഴേക്ക് റിഫായി ശൈഖ് നിങ്ങൾ ഓടിച്ചെല്ലും. നമ്മളൊക്കെ ഒരു വയസ്സനെ കണ്ട ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടും. നമ്മൾ അവഗണിക്കുന്ന ഒരു രീതി നമുക്ക് പടച്ചോ നമ്മളെ വെറുതെ വിടൂല, അള്ളാഹു കാക്കട്ടെ. ഒരാളെ അവഗണിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പരിഗണിക്കുക എന്നുള്ളത് ചെയ്യണം, അവഗണിക്കാൻ പാടില്ല. നമ്മളിന്നൊരു ബസ്സിലൊക്കെ കയറി ഒരു പ്രായമുള്ള ആളെ കണ്ട നമ്മൾ കണ്ടിട്ടില്ല എന്ന് അല്ലേ, നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെക്കുക, അവഗണിക്കാൻ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രായമുള്ള ആളെ കാണുമ്പോൾ ഉടനെ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈപിടിച്ച്, എന്താ പ്രായമുള്ള ആൾ, ഇദാ റആ ശൈഖൻ കബീറൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റിഫായി ശൈഖ് തങ്ങൾ വഅദിൽ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അക്രമ ദാ ശൈബത്തിൻ, ആരെങ്കിലും ഒരു പ്രായമുള്ള ആള് തലമുടിയൊക്കെ നരച്ചു, നിന്നാൽ ഇരിക്കാൻ വയ്യ, ഇരുന്നാൽ എഴുന്നേൽക്കാൻ വയ്യ, അങ്ങനത്തെ പാവപ്പെട്ട മനുഷ്യനായി അദ്ദേഹം, എല്ലാ ആഫിയത്തും തകർന്നു, അങ്ങനത്തെ ഒരാളെ നാം പരിഗണിച്ചാൽ, നാം അദ്ദേഹത്തെ സഹായിച്ചാൽ, നാം അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ തരുന്ന പ്രതിഫലമുണ്ട്. അതെന്താ? സഖറല്ലാഹു ലഹു ഹീന ശൈബത്തിഹി. ഇയാള് വയസ്സായി തലമുടി നരച്ച് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, വിഷമിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല മറ്റ് ആളുകളെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ദുനിയാവിൽ തന്നെ അതിന്റെ ഗുണം നിനക്ക് കാണിച്ചു തരും. മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ഫൈസിയെ പോലെ ആളുകൾ ജീവിച്ചപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് കൂടെ കടപ്പുറത്തുണ്ട് ധാരാളം കടൽ തൊഴിലാളികൾ. ആ കടൽ തൊഴിലാളികളെ കൂടെ പോയിട്ട് കുഞ്ഞുമോൻ ഫൈസി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ചിലപ്പോൾ ആരും ഉണ്ടാവും, കുണ്ടൂർ ഉസ്താദും ഉണ്ടാവും. രണ്ടാളും കൂടി ഇങ്ങനെ കടപ്പുറക്കാരായ ആൾക്കാർ കടൽ തൊഴിലാളികളാണ്. ആ കടൽ തൊഴിലാളികളെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് അയറ്റങ്ങൾക്ക് ഭയങ്കര മഹബത്താണ്. അവർ കൊണ്ടുവന്നിട്ട് ഒരു ചായ ആ ചായയും കുടിച്ചിട്ട് ഓരോപ്പം ഇങ്ങനെ ഇരുന്നിട്ട്, അന്ന് പിന്നെ ബീഡി വലിക്കണ കാലാണ്. കുഞ്ഞുമോൻ ഫൈസിന്റെ അടുത്ത് എപ്പോഴും എന്തുണ്ടാവും, 2 പാക്കറ്റ് സിഗരറ്റ് കുറയാതെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? 2 പാക്കറ്റ് കുറയാതെ ഉണ്ടാവും എപ്പോഴും. ആ സിഗരറ്റ് ഇങ്ങനെ ഒരു കാലത്ത് ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഫാഷനാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ പന്തലിൽ ചോറ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 ചങ്ങായികൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും. ഒന്നിന് ബീഡി, ഒന്നിന് സിഗരറ്റ് ഇല്ലേ? അന്ന് നമ്മളടുത്ത് ഏത് മതി? കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളടുത്ത് ക്ലിപ്പ് മാത്രം മതി. തീപ്പെട്ടി ഉണ്ടാവും, അതിൽ ബീഡി ഉണ്ടാവും അല്ലേ? തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി അദ്ദേഹത്തിന്റെ പാട്ട് എഴുതിയപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ആ വിഷയത്തെ പറ്റി തൊട്ടത്. അത്ര ഗൗരവമാണ് അല്ലേ? പുകവലിയെ പറ്റി പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ മൂപ്പര് എന്ത് പറഞ്ഞു? കേൾക്കേണ്ടതാണ് ഒരു വിഷയം, ഇന്നെല്ലാവരും കേട്ടിട്ട് നേരെ ചാടി എഴുതാരും. കണ്ടോ, ഒരു മുൻകൂർ ജാമ്യം എടുത്തിങ്ങാണ് മൂപ്പര് ഇത് പറയാൻ തുടങ്ങിയത് തന്നെ. മൂപ്പർക്കറിയാം അത്ര ഇല്ലേ? മറ്റൊന്നുമല്ലത് പുകവലിക്കുക തന്നെ. എന്നിട്ടോ നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി, മുറി വീടി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ചതാ ചിറിപാടി. പാടില്ല പുകവലി വണ്ടിയിൽ എന്നുണ്ട്, കോടതിയിലായാൽ ശിക്ഷയും അതിനുണ്ട് ഇല്ലേ? അങ്ങനെ അദ്ദേഹം ആ പുകവലിയെ പറ്റി അന്ന് ആ സിഗരറ്റും വലിച്ചിട്ട് കുണ്ടൂർ ഉസ്താദും കുഞ്ഞുമോൻ ഫൈസിയും കൂടി ആ കടപ്പുറം തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് ഒരു സംരക്ഷകരായി. പടച്ചോനെ, അന്നത്തെ കാലത്ത് നമ്മുടെ സംഘടന ഇങ്ങനെ വികസിച്ചിട്ടില്ല. കാറ്റും കോളും വന്നു, തോണി അപകടപ്പെട്ടു. ആ മരണ വീട്ടിൽ കുഞ്ഞുമോൻ ഫൈസി ദിവസം പോകും, മുത്തഅല്ലിമുകളെയും കൂട്ടിപ്പോകും. ആ കടൽ തൊഴിലാളി മരിച്ചു, അവിടെ പോയിട്ട് യാസീൻ ഓതിയിട്ട് ദ്വാർന്നിട്ട് അവിടെ മൗലൂദ് ഓതിയിട്ട് ആ കടൽ തൊഴിലാളികളിൽ ആർക്കെങ്കിലും ക്ഷീണോ രോഗമായി അവരെ ചികിത്സിക്കാൻ പൈസയില്ല. ചമ്മാട്ടും തിരൂരങ്ങാടിയിലൊക്കെ മുതലാളിമാരോട് പോയിട്ട് പൈസ വാങ്ങിയിട്ട് കുഞ്ഞുമോൻ പൈസ ആ കടപ്പുറത്ത് പോകും. ആ സുഖമില്ലാത്ത വീട്ടിൽ ആ ഹോസ്പിറ്റലിൽ ചികിത്സിക്കണോടത്ത് മരുന്ന് വാങ്ങിക്കൊടുത്തിട്ട്. അങ്ങനത്തെ ഒരു മഹാൻ നിങ്ങളെ ഈ നാട്ടിൽ 30 കൊല്ലം മുമ്പ് ജീവിച്ചിട്ടുണ്ട്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ ഉണരണം. ഈ നാട്ടിൽ പാവപ്പെട്ടവർ രോഗിയായി കിടന്നിട്ട് ചികിത്സ കിട്ടാതെ പോകരുത്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയാണ്, ഒരു ചെറുപ്പക്കാരൻ ഒരു 3 മക്കളാണ്, പെട്ടെന്ന് ഓൻ മരണപ്പെട്ടു. ഓനിക്കൊരു 10,000 രൂപ ശമ്പളം കിട്ടിയിട്ട് അതുകൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത്. ഓൻ മരണപ്പെട്ടു. ഈ വിധവയായ പെണ്ണും 3 മക്കളും അവരിപ്പോൾ എങ്ങനെയാണ് ജീവിക്കണത്?
ഓ ചെറുപ്പക്കാരെ, നമുക്കൊരാലോചന വേണം. അങ്ങനത്തെ അത്യാപൽ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കാൻ കുഞ്ഞുമോൻ പൈസയുടെ പേരിൽ നമ്മൾ സംഘടിക്കണം. ചില സംഗതികളുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നാൾ ഒരാൾ സൗദി ജയിലിൽ കുടുങ്ങി, ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും അയാളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള തിരക്കിലാണ്. അയാൾക്ക് 7 മക്കളും ഒരു പ്രായമുള്ള അമ്മയും അതേപോലെ ഭാര്യയും. ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എല്ലാവരും മനസ്സിലും ഉണ്ടാകും. പക്ഷെ അയാൾക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന 1200 റിയാൽ ശമ്പളം, 200 അയാളെ ഫോൺ ചെയ്യലും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് 1000 ഉണ്ടാകും അല്ലേ? അതിന് അയാൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കണേ പൈസ കൊണ്ടാണ് എന്താക്കണത്? ഉമ്മാക്ക് മരുന്ന് വാങ്ങണത്, ഈ കുട്ടികളെ ചെലവിന് കൊടുക്കണത്, മദ്രസയിലെ ഫീസ് കൊടുക്കണത്, ബാക്കിയുള്ളത് കൊടുക്കണതൊക്കെ. ഇപ്പൊ എന്തായി? ഓൻ ജയിലിൽ കുടുങ്ങി. നമ്മളൊക്കെ ഓനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ? ആ ആലോചന എല്ലാവരുടെ അടുത്തുണ്ട്. ജയിലിൽ കിടക്കണ ഓന് ശമ്പളം കിട്ടുമോ? ഈ 7 മക്കളും 2 ഉമ്മാരും ഓനെങ്ങനെയാണ് ജീവിക്കണത് എന്ന് ആലോചിക്കണ്ടേ? ഓനെങ്ങനെ ജയിലിൽ കുടുങ്ങിയത്? ഓൻ ജയിലിൽ കുടുങ്ങിയത് ഇവിടുന്നാണ് നാട്ടിൽ നിന്ന് പോണ സമയത്ത് ഡോക്ടർമാർ എഴുതി കൊടുത്ത ഗുളികയാണ്. ആ ഗുളികയും കൊണ്ടാവാൻ നാട്ടിൽ നിന്ന് പോയത്. പക്ഷേ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ ആ ഗുളിക അവിടെ നിരോധിക്കപ്പെട്ട ഗുളികയാണ്. എന്തുകൊണ്ട്? ആ ഗുളിക ചെറുപ്പക്കാർ കുട്ടികൾ ഏതിന് ഉപയോഗിക്കുന്നുണ്ട്? മയക്കുമരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്. നിരപരാധിയായ അയാളെ പിടിക്കപ്പെട്ടു. ഇപ്പോഴും വർഷം 3ആയി അയാൾ ജയിലിൽ തന്നെയാണ്. നമ്മളൊക്കെ ആലോചിക്കുന്നത് ഓനെ ജയിലിലാണോ. അവൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ 7 അംഗങ്ങൾ, 2 ഉമ്മാരും, ഈ 9 അംഗത്തിന്റെ ജീവൻ നിലനിൽക്കാൻ ആരാണ് അവർക്ക് അരി വാങ്ങിക്കൊടുക്കാനുള്ളത്? ആരാണ് അവർക്ക് റേഷൻ വാങ്ങിക്കൊടുക്കാനുള്ളത്? ആരാണ് അവരെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ? ആ ഉമ്മാക്കിപ്പോ എന്തു വേണം? ഷുഗർ, മറ്റുള്ളത്, ഇതിനൊക്കെ മരുന്ന് കുടിക്കണം. ആര് വാങ്ങിക്കൊടുക്കും? ഇവിടെയാണ് ചെറുപ്പക്കാരെ കുഞ്ഞുമോൻ ഫൈസിയെപ്പോലെ ഒരാളെ മാതൃകയാക്കിയിട്ട് ഈ റിഫായി ശൈഖ് തങ്ങളെ ജീലാനി ദിനത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സംഭവം ഉണ്ടായാൽ അപ്പ പിരിവിനിറങ്ങിയിട്ട് കാട്ടിക്ക 1 ഉറുപ്പ്യ, കാട്ടിക്ക 3 ഉറുപ്പ്യ എന്ന് പറയലല്ല. പിന്നെന്ത് വേണം? നമ്മളെടുത്തൊരു സംവിധാനം. എപ്പോഴാണോ അത്ര ബുദ്ധിമുട്ട് വരുന്നത്, ആർക്കാണോ വരുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടായ്മ ഉണ്ട്. ഈ നാട്ടിലെ ഓരോ ആളുകൾക്കും തോന്നണം, ഞാൻ എൻ്റെ നാട്ടിൽ ഒറ്റക്കല്ല. ഒരു വിഷയം എനിക്ക് വന്നാൽ എൻ്റെ കൂടെ നിൽക്കാൻ നാട്ടുകാരുണ്ട്, എൻ്റെ കൂടെ നിൽക്കാൻ സംഘടനയുണ്ട്. നമുക്കൊക്കെ ഒരു പരസ്പര ബോധം വേണ്ടേ? ഒരു പരസ്പര ധൈര്യം വേണ്ടേ? ഞാൻ ഒറ്റക്കല്ല എൻ്റെ നാട്ടിൽ. എനിക്കെന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, ഇന്നാളിപ്പോൾ ഞാനൊരു ഗ്രാമത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മരിച്ചു എന്ന് കണ്ടു പോയതാ. ചെന്ന് നോക്കുമ്പോൾ എന്താണ്? മയ്യത്ത് കൊണ്ടു നിൽക്കണേ. മെഡിക്കൽ കോളേജിൽ നിന്ന് മയ്യത്ത് കൊണ്ടു നിൽക്കണേ. പക്ഷെ ആംബുലൻസുകാരും തിരിച്ചു പോകണില്ല. എന്തേ പോകാത്തെ? ആംബുലൻസുകാരൻ മയ്യത്ത് കൊണ്ട് ഇറക്കിയിട്ട് ഓൻ പോണില്ല, ഓനവിടെ കാത്തിക്കാണ്. എന്തേ ഓൻ കാത്തിക്കണത്? കുളിപ്പിച്ചാൻ കാത്തിക്ക? ഓ മയ്യത്ത് സ്കരിക്കാൻ കാത്തിക്കാണോ? എന്തിനാ കാത്തിക്കണത്? എന്ത് പൈസ? ആംബുലൻസിന് വാടക കൊടുക്കണ്ടേ? ആരെ കൊടുക്കണ്ടേ? കൊടുക്കേണ്ട ആളാണ് ഈ മരിച്ചു കിടക്കണത്. ആ ആംബുലൻസിന്റെ വാടക കൊടുക്കാൻ അപ്പ കടന്നിട്ട് ഇങ്ങനെ പെരകാണ്. എന്താണ് ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലക്ക്. ഞാൻ ചെയ്തത് പറയല്ല. ഞാൻ ചോദിച്ചു, എത്രയാണ് മോനെ എൻ്റെ വാടക? നോക്കുമ്പോൾ മോനെ 6000 ഉറുപ്പ്യ വാടകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഫയർഫോഴ്സിന്റെ വണ്ടി ഇവിടെ 24 മണിക്കൂറും കാത്തു നിൽക്കുന്നത് എന്തിനാ? അപകടം എപ്പോഴും സംഭവിക്കാം. നട്ടപ്പാതിരാക്ക് തീ പിടിക്കാം, നട്ടപ്പാതിരാക്ക് ഒരു കിണറ്റി ചാടാം. അപ്പൊ ആ സമയത്ത് ഒരു ഫോൺ വന്നാൽ അപ്പൊ ഉടനെ ഫയർഫോഴ്സിന്റെ വണ്ടി പുറപ്പെട്ടു, ഉടനെ അവിടെ എത്തി അല്ലേ? എന്ന പോലെ നാട്ടിലെ ചെറുപ്പക്കാരികളെ, പ്രവാസികളെ, സഹോദരന്മാരെ, നമ്മളൊക്കെ താമസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്നവർ 500 വീട്. ഈ 500 വീടിനുള്ളിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ല, നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യന്, അത് സരോജിനി ആകാം, സാവിത്രി ആകാം, മുഹമ്മദ് അലി ആകാം, അബൂബക്കറാവാം, നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരു മനുഷ്യന് ഒരു അത്യാഹിത സംഗതി ഉണ്ടായാൽ അവിടെ ഒരു സഹായവുമായി നാം എത്തണം. ചിലപ്പോൾ വേണ്ടത് സാമ്പത്തിക സഹായമാണ്, ചിലപ്പോൾ വേണ്ടത് ശാരീരിക സഹായമാണ്, ചിലപ്പോൾ വേണ്ടത് ഒരു സാന്നിധ്യമാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കുഞ്ഞുമോൻ ഫൈസിയാകുന്ന മഹാൻ നമുക്ക് കാണിച്ചെന്ന മാതൃക എന്താണ്?
അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ കവാടം അത് മലർക്കെ തുറന്നു കിടക്കാണ്. നരകം കിട്ടൽ വലിയ പ്രയാസമാണ്. സ്വർഗം കിട്ടാൻ വളരെ എളുപ്പമാണ്. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നിങ്ങളെന്താ വിചാരിച്ചത്? നരകം കിട്ടില്ല എളുപ്പം, സ്വർഗം കിട്ടില്ല? ഏതാ നിങ്ങൾക്ക് ഏതാ തോന്നി? നിങ്ങളും കുറേ ആയല്ലോ ജീവിക്കും. ഏതാ എളുപ്പം? നരകം കിട്ടുന്ന പണിയെടുത്താലുണ്ടല്ലോ നാട്ടിൽ നിന്ന് പുറം പൊളിയും. ആ വിവരം അറിയാം എനിക്ക്. സ്വർഗം കിട്ടുന്ന പണിയെടുത്താൽ പൂമാല കിട്ടും. അതല്ല പറഞ്ഞത്. ഒരന്യ പെണ്ണിനെ വേണ്ടാത്ത വിഷയത്തിന് ഉപയോഗപ്പെടുത്തിയാണ്ടല്ലോ എന്ത് ചെയ്യും? ആ ഹറാമ് ചെയ്താൽ ആഖിറത്തിൽ നരകം കിട്ടും. ഇവിടെ പുറം പൊളിയും. നമ്മൾ ആലോചിക്കണം. അതേ സമയത്ത് അത് ഒരു ഹലാലായ നിലക്ക് നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിനെ കല്യാണം അന്വേഷിച്ചു ഒരു മട്ടത്തിൽ നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് സ്വർഗം കിട്ടുന്ന കാര്യമാണ്. കൗത്തിൽ പൂമാല കിട്ടുമോ കിട്ടൂലേ? സ്വർഗം കിട്ടുന്ന സംഗതിക്ക് ഇവിടെയും സ്വർഗമാണ്, അവിടെയും സ്വർഗമാണ്. ഇവിടെ നിങ്ങൾ നോക്കി, ഈ പാത്രത്തിലുള്ള വെള്ളം വെച്ചിക്കണം അല്ലേ? എത്ര സൈസിൻ്റെ കുടിക്കാൻ പറ്റിയതെന്നറിയാം. കോട്ടക്കൽ ആയുർവേദശാലയിൽ 82 അരിഷ്ടമുണ്ട്. ഒക്കെ അമ്മക്കും പാപ്പാക്കും ആണെങ്കിൽ ഒപ്പം കുടിക്കാം. നമ്മളിപ്പോഴത്തെ ജ്യൂസ് കടയിലാണ് കയറി വെക്കുകയാണെങ്കിൽ ഏതൊക്കെ ജ്യൂസ് ഉണ്ട്? ഏതൊക്കെ ജ്യൂസ് ഉണ്ട്? പേര് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത അത്ര ജ്യൂസ് ഉണ്ട് അല്ലേ? അല്ലാഹു റബ്ബി. ഇപ്പൊ നോക്കുമ്പോൾ ജ്യൂസ് ആദ്യമൊക്കെ മുന്തിരി ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, അങ്ങനെ ഓരോന്ന്. ഇപ്പൊ ആ പീടിയിൽ എന്തൊക്കെ പഴമുണ്ടോ അതൊക്കെ കൂട്ടിയിട്ടൊരു ജ്യൂസ്. അതിന്റെ പേരെന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ല സാധനം? പേരുകൾ പിന്നെ പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നോക്കിയിട്ട് ജ്യൂസ്, ഈ ജ്യൂസൊക്കെ എന്താണ്? ഏത് ജ്യൂസും സ്വർഗം കിട്ടുന്നതാണ്. ഏത് അരിഷ്ടവും സ്വർഗം കിട്ടുന്നതാണ്. ഏത് ടോണിക്കും സ്വർഗം കിട്ടുന്നതാണ്. നിങ്ങൾ നോക്കി, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കാം, ബോൺവിറ്റ കൊടുക്കാൻ, ഹോർലിക്സ് കൊടുക്കാൻ, അങ്ങനെയാണ് തുടങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ മുറ്റത്ത് നമ്മൾ ബോട്ടലിലാക്കിയിട്ട് 10,000 കുപ്പി ബോട്ടൽ വെച്ചു. ഇതൊക്കെ ഏതാ? ഇത് ഒന്നായിട്ട് പാല്, തൈര്, മോര്, അങ്ങനെയാണ് തുടങ്ങിയിട്ട്. ഒക്കെ സ്വർഗം കിട്ടുന്നത്. അമ്മാക്കും പാപ്പാക്കും ഒപ്പം കുടിക്കാം, ഭാര്യക്കും ഭർത്താവും ഒപ്പം കുടിക്കാം, കുട്ടികളെയും കൂട്ടി പോയിട്ട് കുടിക്കാം. അതിൻ്റെ അപ്പുറത്ത് ജ്യൂസ്. അല്ലാഹു റബ്ബി. ഏതൊക്കെ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെ കൂടെ. അതിൻ്റെ അപ്പുറത്ത് ഏതാ വെച്ചിരിക്കണത്? അതിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കണതൊക്കെ അവിൽ മിൽക്കാണ്. ഏതൊക്കെ സൈസ് അവിൽ മിൽക്കാണ്? നിങ്ങൾ വല്ല വർത്താനമാണ്. ഞാൻ മിഞ്ഞാന്നൊരു അവിൽ മിൽക്കിൻ്റെ പീടിക ഉദ്ഘാടനം ചെയ്യാൻ പാടി പോയി. 102 സൈസ് അവിൽ മിൽക്ക്. എത്ര സൈസ്? ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഇങ്ങനെ എണ്ണി നോക്കിയതാണ്. അതുപോലെ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാം? നമ്മൾ വെച്ച് ചെന്നാലിപ്പം മേശമേലിട്ടൊരു സാധനം കുടിക്കാൻ പോയി നോക്കണ്ടേ ഞങ്ങളെ കഥ. ഞാൻ അപ്പം അതിങ്ങനെ നോക്കുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എവിടെ തുടങ്ങുന്നുണ്ട്? 40 ഉറുപ്പ്യൻ്റെ വാനില, 40 ഉറുപ്പ്യൻ്റെ മിൽക്ക് ജ്യൂസിൽ ഏറ്റവും ചെറുത് വാനില ജ്യൂസ്. ആ വാനിലം വന്ന് ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് 180, 200 വരെ വിലയുള്ള സാധനങ്ങൾ. അതൊക്കെ ആർക്ക് പറ്റും? ഞാൻ ആ വാനില ജ്യൂസ് 100 ബുക്ക് ചെയ്തു. വെറുതെ പറയാം, 100 ബുക്ക് ചെയ്ത്. നമ്മളെ നിലമ്പൂർ മജ്മഅ് സ്ഥാപനത്തിൽ 100 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്ക് കൊടുക്കാൻ വേണ്ടി 100 നമ്മളെ സ്ഥാപനത്തേക്ക് ഉദ്ഘാടനത്തിനാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ 40 ഉറുപ്പ്യനെ 30 ഉറുപ്പ്യക്ക് തന്നു. ഉസ്താദിനും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം. അതേ സമയത്ത് ഇവിടെ ഈ വിറ്റത്ത് ഇങ്ങനെ വെച്ചാൽ 10,000 ബോട്ടിൽ വെച്ചാൽ 9,998 ഉമ്മാക്കും പാപ്പാക്കും ഒപ്പം കുടിക്കാൻ പറ്റിയതാ, സ്വർഗം കിട്ടും. ഭാര്യക്കും ഭർത്താവിനും ഒപ്പം കുടിക്കാൻ പറ്റിയതാ, സ്വർഗം കിട്ടും. ഉസ്താദിനും ശിഷ്യനും ഒപ്പം ഇരുന്ന് കുടിക്കാൻ സ്വർഗം കിട്ടും. ഷെയ്ഖിനും മുരീദിനും ഒപ്പം ഇരുന്ന് കുടിക്കാൻ സ്വർഗം കിട്ടും. അതേ സമയത്ത് ആ മൂലക്കലുണ്ട് 2 കുപ്പി. ഏതാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതാണ്? ഒന്ന് നാടനും ഒന്ന് വിദേശം അല്ലേ? അല്ലാഹു റബ്ബി. ഒന്ന് കള്ള്. അത്ര വലിയ മലയാളത്തിൽ വേറെ എവിടെയെങ്കിലും എഴുതി കണ്ടിക്കണം? ചാരായത്തിന് അത്ര നിങ്ങളുള്ള എവിടെയെങ്കിലും എഴുതി കണ്ടിക്കണം? എന്തുകൊണ്ട്? ഒരു ലേശാണ് കുടിച്ചാൽ കണ്ണാണൂല, അപ്പം തപ്പാനെങ്കിലും അറിയണം. ആ മൂലക്കത്തെ 2 അത് കിട്ടാൻ ജ്യൂസ് കിട്ടണ മാതിരി പോയാൽ കിട്ടുമോ? കള്ള് കുടിച്ചിട്ട് നരകം വാങ്ങണമെങ്കിൽ ദുനിയാവിലും നരകാണ്. അല്ലാഹു റബ്ബി. എല്ലാ പീടിയിലും കള്ള് കിട്ടുമോ? എപ്പോഴും കിട്ടുമോ? അത് വിൽക്കാൻ പ്രത്യേക സമയമുണ്ട്. അവിടെ പോകണം. അവിടെ പോയിട്ട് ഇങ്ങനെ വരി നിൽക്കുകയാണ്. ജാതി വ്യത്യാസമല്ലാതെ, മതവ്യത്യാസമല്ലാതെ, പാർട്ടി വ്യത്യാസമല്ലാതെ എന്തൊരു അച്ചടക്കത്തിലാണ് നിൽക്കണത്. കാരണം ഓൽക്കറിയാം ഇത് ഇപ്പോഴേ അച്ചടക്കം ഉണ്ടാവുള്ളൂ, കുടിച്ചാൽ പിന്നെ അച്ചടക്കം പോകും. അപ്പോൾ ഒക്കെ കാത്തിക്കാണ്. എന്നിട്ട് അത് കുടിച്ചാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഉമ്മാക്കും പാപ്പാക്കും ഒപ്പം കുടിക്കാൻ പറ്റുമോ? ഭാര്യക്കും ഭർത്താവിനും ഒപ്പം കുടിക്കാൻ പറ്റുമോ? അത് നരകം കിട്ടണ മുതലാ. ദുനിയാവ് തന്നെ നരകാണ്.
നരകം കിട്ടുന്ന ഏത് വിഷയങ്ങൾ പറഞ്ഞോളിയും ദുനിയാവ് തന്നെ കഷ്ടപ്പാടാണ്. ഇനിയിപ്പോൾ കുറേ ഷെയ്ഖന്മാരിറങ്ങിക്കണം. ഒരു ഷെയ്ഖിന് എന്താ ഷെയ്ഖ് എന്ന് വെച്ച് നോക്കുമ്പോൾ അത് മൂപ്പർക്ക് മുമ്പ് നിൽക്കണോടത്ത് നീ എന്തോ കിട്ടിയിരിക്കണ. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ പുറത്ത് 4 കിട്ടിയതാണ്. അതാ ഈ എന്തോ കിട്ടിയിരിക്കണത്. ഈ ജാതി കള്ളശേഖന്മാർ രംഗത്ത് വന്നിട്ട് ആളുകളെ ഈമാൻ തെറ്റിക്കണത് വേറൊരു ഭാഗത്ത്. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ.